തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചു. 2 പേർ ചികിത്സയിലാണ്. നിലമേൽ സ്വദേശി ഷാജി, റാഷിദ ബീവി എന്നിവരാണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധയേറ്റാണ് മരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മീൻ കഴിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നമുണ്ടായത്. സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറോടും ഡയറക്ടർ ഹെൽത്ത് സർവീസസിനോടും എന്താണ് ഈ സംഭവം എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അവിടെ എത്തി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് റിപ്പോർട്ട് വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്സ്യം കഴിച്ചതാണ് എന്നുള്ളതാണ് വാർത്തയിൽ കണ്ടത്. അങ്ങനെയാണെങ്കിൽ മത്സ്യം കഴിച്ച മറ്റുള്ളവർക്കുണ്ടോ, അങ്ങനെയുള്ള ബാക്കി വിശദാംശങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് എന്നുള്ളത് വകുപ്പിന് സ്ഥിരീകരണം ഇല്ല. അപ്പോൾ അതിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് പറയാനായിട്ട് കഴിയുക. എന്തായാലും അവിടെ രാവിലെ തന്നെ ഓഫീസേഴ്സ് എത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, തിരുവനന്തപുരം വിഴിഞ്ഞത്തെത്തിയാൽ ഇതുപോലെ ഈ മത്സ്യങ്ങളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ നിരവധി ഹോട്ടലുകളുണ്ട്. അതിലൊരു ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചിരിക്കുന്നത്. ഇത് ഈ എന്താണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇത് മീൻ കഴിച്ചവരാണ്, അവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത്, മരണം സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണോ പരിശോധനയിലും വ്യക്തമാകുന്നത്? അത് പരിശോധനയിൽ അറിയേണ്ട കാര്യം തന്നെയാണ്. അതിന്റെ പരിശോധനകൾ നടക്കുന്നു എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ഈ പറയുന്ന ഷാജിയും കുടുംബവും ഈ പറയുന്ന വിഴിഞ്ഞത്തെ അസ്മാക് എന്ന സായാഹ്ന ഭക്ഷണശാലയിൽ എത്തുന്നത്. അവിടെ എത്തിയായിരുന്നു ഇവർ മത്സ്യവിഭവങ്ങളായിരുന്നു കഴിക്കുന്നത്. പ്രധാനമായും കടൽ മത്സ്യങ്ങളുടെ ഒരു വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു കടയാണ് ഇവിടെ ഇത് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഈ കൊല്ലത്ത് നിന്ന് എത്തുന്നത്. 6 പേരാണ് എത്തുന്നത്. ഷാജിയും ഷാജിയുടെ ഭാര്യയും ഭാര്യ മാതാവും ഉൾപ്പെടെ മക്കളും ഉൾപ്പെടെയുള്ള ഇവർ 6 പേരാണ് എത്തുന്നത്. എത്തി ഭക്ഷണം കഴിച്ച് മടങ്ങുമ്പോഴായിരുന്നു ഇവർക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. തുടർന്ന് ഇവർ ആശുപത്രിയെ സമീപിക്കുകയായിരുന്നു. ആശുപത്രിയെ സമീപിച്ചെങ്കിലും ഉടൻ തന്നെ ഈ ഷാജിയെ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയായിരുന്നു. മെഡിക്കൽ കോളേജ് എത്തുന്ന സമയത്തായിരുന്നു ഷാജി മരണത്തിന് കീഴടങ്ങുന്നത്. തൊട്ടു പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയായിരുന്ന ഷാജിയുടെ ഭാര്യ മാതാവായ റാഷിദ ബീവിയെയും ഇതേ അവസ്ഥയിൽ എത്തിച്ചെങ്കിലും തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഗുരുതരമായ അവസ്ഥയിലാണ് ഷാജിയുടെ ഭാര്യ ആയ സജീന. ഇപ്പോൾ ICUലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇവരുടെ 2 മക്കളുണ്ട്. 10-15 വയസ്സായ 2 മക്കളും ഒപ്പം കാർ ഡ്രൈവറായ ഉണ്ണി. ഇത്രയും പേര് കൂടെ ഈ സംഘത്തിനുണ്ടായിരുന്നു. ഇവരും ഈ ഭക്ഷണം കഴിച്ചിരുന്നു. ഇവർ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടുന്ന് ഓർഡർ ചെയ്തതനുസരിച്ച് കണവ, മീൻമുട്ട തുടങ്ങിയ കൊഞ്ച് തുടങ്ങിയ വിഭവങ്ങളായിരുന്നു ഇവർ കഴിച്ചിരുന്നത്. ഇവരെല്ലാവരും കഴിച്ചിരുന്നതായും പറയുന്നു. പക്ഷേ ഇവർക്കാണ് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. തുടർന്ന് എന്തായാലും ഇവർ മരണത്തിന് കീഴടങ്ങുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്കുണ്ടായത്. ഇന്ന് രാവിലെ തന്നെ ചടയമംഗലം പോലീസ് വിഷയത്തിൽ കേസെടുക്കുകയും പോലീസിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഈ കട അടച്ച ഒരു സാഹചര്യം ഉണ്ടായി. കടയിൽ ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വിഭാഗങ്ങൾ പരിശോധന നടത്തി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ഉൾപ്പെടെ വിശദീകരണം ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയ ഒരു പശ്ചാത്തലവും ഇതുണ്ട്. എന്തായാലും പരിശോധന നടക്കുകയാണ്. ഇത് ഭക്ഷ്യവിഷബാധയാണോ മറ്റു കാര്യം എന്താണെന്നുള്ളതുള്ള പരിശോധന നടക്കുന്നു. എന്തായാലും മീൻ വിഭവം കഴിച്ച് ഒരു 2 പേർ മരിച്ച ഒരു വളരെ ഞെട്ടലുണ്ടാക്കുന്ന മന്ത്രിയും ചൂണ്ടിക്കാണിക്കുന്നതാണ്. കാരണം ഈ ഹോട്ടലിൽ നിന്നും ഈ കുടുംബം മാത്രമല്ല നിരവധി ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഇത്തരം ഒരു പ്രശ്നമുണ്ടായത്? ഇതുകൂടാതെ ഇവിടെ നിന്നല്ലാതെ മറ്റെവിടെന്നെങ്കിലും അവർ ഭക്ഷണം കഴിച്ചിരുന്നോ? അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുന്നുണ്ടോ? ഇപ്പോൾ ഈ ഹോട്ടലിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അധികൃതർ? ഹോട്ടൽ ഇപ്പോൾ എന്തായാലും അടച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അടപ്പിച്ചു അതിന്റെ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും. ആരോഗ്യവകുപ്പ് അധികൃതർ അതിനൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പോലീസും നടത്തിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും തുടർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതിയൊക്കെ ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് ഒരു തീർച്ചയായും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വന്നാൽ, രാസപരിശോധന ഉൾപ്പെടെ വന്നാൽ മാത്രമേ അതിന് വ്യക്തമായ വരാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെ ആയാലും ഗൗരവമായ ഒരു കാര്യം തന്നെയാണ്. വളരെ ജാഗ്രതയിലാണ് ഇതോടുകൂടി ഈ പ്രദേശത്തുള്ള ആൾക്കാരും വളരെ ജാഗ്രതയിലാണ്. കാരണം നമുക്ക് അറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വിഷയമായിരുന്നു ചെമ്പല്ലി എന്ന് പറയുന്ന മീൻ കഴിച്ച് ഏകദേശം 60ഓളം പേർക്ക് ഈ പറയുന്ന താലൂക്കിലെ 60ഓളം പേർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം സൃഷ്ടിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണെന്നുള്ളത് അറിയാം. അത് ഈ വിഴിഞ്ഞ ഭാഗത്തുള്ള ഒരു മീനാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഗൗരവമായി തന്നെ അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യ
അധികൃതരും പറയുന്നത്. അതേസമയം മറ്റൊരു ആരോപണം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വിഭാഗക്കാർ പ്രത്യേകിച്ച് മീൻ കടകളോ അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന കേന്ദ്രങ്ങളിലോ അവർ പരിശോധന നടത്തില്ല. കാരണം ഇതൊക്കെ നടക്കുന്നത് രാവിലെയാണ്. ഈ കച്ചവടം ഒക്കെ നടക്കുന്നത് മലയോര മേഖലകളിലൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തീരദേശ മേഖലയിലൊക്കെയും മീൻ വ്യാപാരം നടക്കുന്നത് രാവിലെയാണ്. ഈ രാവിലെ പിന്നെ സംഭവിക്കുന്നത് വൈകിട്ടുമാണ്. ഈ സമയത്ത് ഇവരുടെ ഡ്യൂട്ടി ടൈം ഇല്ല എന്നുള്ള കാരണത്താൽ ഇവർ അത് ഉണർന്ന് പ്രവർത്തിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ മീൻ വരുന്നത് ഗുണമേന്മയുള്ള മീനുകളാണോ വരുന്നത് എന്നൊക്കെ പരിശോധിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുന്നുണ്ടതും ഇപ്പോൾ നമുക്ക് ഉയരുന്ന ഒരു പ്രധാന ആരോപണങ്ങളൊന്നാണ് കേട്ടോ. അങ്ങനെ ഒരു പരിശോധനകളിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടോ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്? കാരണം ഈ മത്സ്യ മാർക്കറ്റുകളിൽ പരിശോധന വേണം, ഇതുപോലുള്ള ഹോട്ടലുകളിലൊക്കെ പരിശോധന കൃത്യമായി നടക്കേണ്ടതാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകളൊക്കെ ഇതിൻ്റെ മറവിൽ നടക്കുന്നുണ്ടോ? കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് ചില ഹോട്ടൽ അധികൃതരൊക്കെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈക്കൂലിയൊക്കെ നൽകുന്നുണ്ട്, അത് അങ്ങനെ പരിശോധനകളൊക്കെ കൃത്യമായി നടക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെ ഈ വിഴിഞ്ഞത്ത് അത്തരമൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ടോ? ഇപ്പം വിഴിഞ്ഞത്ത് മാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന ഈ പ്രദേശം നടക്കുന്ന തെക്കൻ മേഖല, തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ പ്രദേശമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. തീരദേശവും മലയോര ഗ്രാമങ്ങളും കൂടി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ നെയ്യാറ്റിൻകര താലൂക്കിനടുത്ത് കിടക്കുന്ന ഈ പറയുന്ന വിഴിഞ്ഞം പ്രദേശമൊക്കെ വരുന്ന ഈ കോളം മണ്ഡലം ഒക്കെ വരുന്ന പ്രദേശം അത് തന്നെയാണ്. പക്ഷേ ഈ പ്രദേശത്തൊക്കെയും മത്സ്യ വിഭവങ്ങൾ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ധാരാളമുള്ളത്. ഇത് അന്വേഷിച്ച് വിദൂരങ്ങളിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ആൾക്കാരെത്തുന്ന ഒരു സ്ഥലം തന്നെയാണ്. അത് തന്നെയാണ് ഈ പറയുന്ന കൊല്ലത്ത് നിന്ന് ഉൾപ്പെടെ ഷാജിയും കുടുംബം എത്തുന്നത് ഈ മീൻ വിഭവങ്ങളെ ഇഷ്ടപ്പെട്ടു വരുന്നത്. പക്ഷെ ഈ വരുന്ന വിഭവങ്ങൾക്കൊക്കെയും അല്ലെങ്കിൽ വരുന്ന മീനിന് വേണ്ട സുരക്ഷ വേണ്ട ഗുണനിലവാരമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചുറപ്പുവരുത്താൻ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ചന്തകളിലാണ് പ്രധാന വിഷയം. ചന്തകളിൽ എത്തുന്ന മീനുകൾ അവിടെയാണ് ഈ പറയുന്ന പരിശോധന വേണ്ടത്. ഈ രാത്രികാല പരിശോധനകളോ അല്ലെങ്കിൽ ഈ വൈകുന്നേരങ്ങളിലുള്ള പരിശോധന ഈ നടക്കാറില്ല. നേരത്തെ സൂചിപ്പിച്ച ചെമ്പല്ലി കഴിച്ച് ഈ ആൾക്കാർക്ക് ഗുരുതരാവസ്ഥ, അത് ഈ പറയുന്ന നെയ്യാറ്റിൻകര താലൂക്കിൽ മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കാട്ടാക്കട താലൂക്കിലും നിരവധി പേർക്ക് ഈ ഒരു അന്ന് രോഗബാധ അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ അനുഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചെമ്പല്ലി പോലുള്ള മീൻ കഴിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് ദിവസം ഉണർന്ന് പ്രവർത്തിച്ച് കുറച്ച് നടത്തിയതെല്ലാം കഴിഞ്ഞ് പിന്നെ അതിനുശേഷമുള്ള ഒരു പരിശോധന മത്സ്യ മാർക്കറ്റുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഉയരുന്ന ഒരു ആരോപണമാണ്. നാട്ടുകാരിൽ അത് ഗൗരവകരമായ ഒരു ആരോപണമാണ്. വരുന്ന മീനുകളുടെ ഗുണനിലവാരം പഴകിയതായ മീനുകൾ ധാരാളം എത്തുന്നു, അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ കലർത്തിയ മീനുകൾ എത്തുന്നു. അരുൺമോഹൻ, നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് ഈ വിഴിഞ്ഞത്ത് ഏറ്റവും നല്ല ഈ മത്സ്യപദാർത്ഥങ്ങൾ കിട്ടുന്നൊരു ഹോട്ടലുകൾ, നിരവധി ഹോട്ടലുകൾ വിഴിഞ്ഞത്തുണ്ട് എന്ന്. ഇതുവരെയും അത്തരമൊരു പരാതികൾ ഇതിനു മുൻപ് ഉയർന്നിട്ടുണ്ടോ? ചിലപ്പോൾ ചില വിരുദ്ധാഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച്, ഞണ്ട് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒപ്പം ചില മറ്റ് വിരുദ്ധാഹാരങ്ങളുണ്ട്. അതല്ലെങ്കിൽ നാരങ്ങാ വെള്ളം പോലെയുള്ള പുളിയുള്ള വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കുമോ അതോ പഴകിയ മാംസമായിരിക്കുമോ മത്സ്യമായിരിക്കുമോ ഈ രീതിയിൽ രണ്ടുപേരുടെ ജീവനെടുക്കാനുള്ള ഭക്ഷ്യദുരന്തത്തിന് കാരണമായത്? ടോം സൂചിപ്പിച്ചതുപോലെ ഈ തെക്കൻ മേഖലയിലെ വിഴിഞ്ഞം പ്രദേശത്തെ മീനുകൾക്ക് ആൾക്കാർക്ക് വളരെ പ്രിയമാണ്. കാരണം അല്പം രുചി കൂടിയ ഒരു വിഭവ മീനാണ് ഇവിടെ കിട്ടുന്നതെന്നുള്ള ഒരു ഖ്യാതിയുണ്ട് ഇവിടെ. കാരണം അതാണ് ആൾക്കാരിവിടെ ആകർഷിക്കുന്നത്. അതേസമയം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊഞ്ച് അല്ലെങ്കിൽ ഈ പറയുന്ന കണവ പോലുള്ള മീനുകളോടൊപ്പം നാരങ്ങ പോലുള്ള ഒപ്പം ഉള്ളി ഒക്കെ ഉപയോഗിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർക്കൊക്കെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു സാഹചര്യങ്ങൾ, അവർ ആശുപത്രിയെ സമീപിച്ച വിഷയങ്ങളൊക്കെ മുന്നുണ്ടായിട്ട്. പക്ഷെ ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത്, അത് രണ്ടുപേരുടെ മരണം, ഒരാളുടെ ഗുരുതരാവസ്ഥ, ഇത് സംഭവിക്കുന്നത് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു കേട്ടുകേൾവി ഇല്ലാത്തൊരു സംഭവം തന്നെയാണ്. മരണത്തിലേക്ക് കലാശിച്ച ഒരു സാഹചര്യം. അത് തന്നെയാണ് ഇവിടെ ഒരു ഗൗരവം കൂട്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ചാൽ എന്താണ് അതിനൊരു കാരണം, അത് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് എന്ത് സംഭവിച്ചെന്നുള്ളത്. കാരണം ആശങ്കയാണ്. ഈ വിപണിക്ക് അതൊരു ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഇനി മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ഭയമാവും. പക്ഷെ ആ ആശങ്ക മാറ്റേണ്ടത് വളരെ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിരുദ്ധാഹാരങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും അത്
കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അത് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഒരു വലിയ വാർത്താ പ്രാധാന്യത്തിലേക്കൊന്നും പോയില്ല എന്നുണ്ടെങ്കിലും ഇത് ഗൗരവം, രണ്ടുപേരുടെ ജീവനെടുത്ത ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഉണ്ടാവുന്ന അത് ഗൗരവമായി കാണുന്നു. ഇവിടെ ഉള്ളവരും ആശങ്കയിലാണ്, ഈ പറയുന്ന വ്യാപാര മേഖലയിലും ആശങ്കയിലാണ്. വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരം നോക്കിയത്. വിഴിഞ്ഞത്താണ് വിഷബാധയേറ്റ് ഒരു കുടുംബത്തിലെ 2 പേർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.